സന്തോഷത്തോടുള്ള മുഖമാണ്. നാളെ ഒരു ഉച്ചയൊക്കെ സമയമൊക്കെ ആകുമ്പോഴും ഈ ചിരിമുഖത്ത് കാണും. ഒരു സംശയവും വേണ്ട. റിസൾട്ട് ജനങ്ങളാണല്ലോ നമ്മളെ വിജയിപ്പിക്കുന്നതും വിജയത്തിനോട് അടുപ്പിച്ചു നിർത്തുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്തായാലും പരാജയം എന്നൊന്നില്ല. ജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? രണ്ടാം സ്ഥാനത്തിൽ നിന്ന് ഒരു വോട്ട് പോലും അല്ലെങ്കിൽ ഒരു പടി പോലും പുറകോട്ടില്ല എന്നുള്ളത് ഇലക്ഷന്റെ വോട്ടിങ്ങിന്റെ അന്ന് തന്നെ ഉറപ്പിച്ചൊരു കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ 17,097 വോട്ടുകൾക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചു. ഷാഫിക്ക് 2016 ലഭിച്ച ഭൂരിപക്ഷം മറികടന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വെന്നിക്കൊടി പാറിക്കുന്നത്. 1198 നിരാശപ്പെടാം, 3-ാം സ്ഥാനം കൊണ്ട് നിരാശപ്പെടാം. തൊലി ഇരിക്കുകയാണ് ഉത്തമ. ഈസരിൻ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് നിന്ന് UDF പാളയത്തിൽ നിന്ന് LDFിലേക്ക് എത്തിയിട്ട് ഒരു ഗുണവും ഉണ്ടായില്ല. അണികൾ കൈവിട്ടോ, പ്രവർത്തകർ കൈവിട്ടോ, ഇടതുപക്ഷത്തിന് ഒരു ഗുണവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ? ഈസരിന്റെ രാഷ്ട്രീയ ഭാവി എന്താകും? ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്നുരുളുക, അതേ രക്ഷയുള്ളൂ.